നമസ്കാരം. 100 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പി ജയചന്ദ്രന് കലാകേരളത്തിന്റെ കണ്ണീർപ്പൂക്കൾ. തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനം. പൂങ്കുന്നത്തെ വസതിയിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച പ്രമുഖർ. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ടിൽ. വാളയാർ കേസിൽ CBI കുറ്റപത്രത്തിനെതിരെ ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് പെൺകുട്ടികളുടെ കുടുംബം. അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ ഇനിയെങ്കിലും പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റാൻ വീണ്ടും സർക്കാരിനെ സമീപിക്കും. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ. ജില്ലാ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ കൂടി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മകരവിളക്കിന് 3 ദിവസം ബാക്കി നിൽക്കെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. ഇന്നലെയും 90,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തി. മകരവിളക്ക് ദർശനം മുന്നിൽ കണ്ട് ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് വിരിവെച്ചു തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ചാ കേസ് പ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ പിതാവും ഒളിവിലെന്ന ക്രൈംബ്രാഞ്ച്. 2 ദിവസം മുൻപ് ഷുഹൈബിന്റെ വീട്ടിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല. വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം. ചെതലയം റേഞ്ച് ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിലിന്റെ മാർച്ച്. വയനാട്ടിൽ യുവാക്കളുടെ അപകടയാത്ര. കാട്ടിക്കുളം കുട്ട അന്തർ സംസ്ഥാന പാതയിലാണ് യുവാക്കൾ കാറിൽ അപകടകരമായി യാത്ര ചെയ്തത്. യാത്രയുടെ ദൃശ്യങ്ങൾ 24. മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ മകൾ ആശ ലോറൻസ് സുപ്രീം കോടതിയിൽ. CPIMനെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ആട്ടൂരിന്റെ ഡ്രൈവറെയും ഭാര്യയെയും കാണാനില്ലെന്ന പരാതി. ഡ്രൈവർ രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. മലപ്പുറം എടപ്പാളിൽ ക്ഷേത്രമോഷണത്തിനെത്തിയ യുവാവ് ബൈക്ക് മറന്നുവെച്ചു. ഗുരുവായൂർ സ്വദേശി അരുണാണ് മോഷണം നടത്തിയ ശേഷം ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലം മറന്നുപോയത്. പിന്നാലെ ഇയാൾ പോലീസിൽ പരാതി നൽകാനെത്തി. കോഴിക്കോട് ചേളന്നൂർ പോഴിക്കുന്ന് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധം. സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പൂർവാഞ്ജലി വിഷയത്തിൽ രാഷ്ട്രീയ പോര്. പൂർവാഞ്ജലിയിലെ ജനങ്ങളെ കെജ്രിവാൾ അപമാനിച്ചുവെന്നാരോപിച്ച് കെജ്രിവാളിന്റെ വസതിയിലേക്ക് BJPയുടെ പ്രതിഷേധം. കൊല്ലത്ത് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. ചെറിയ വെളിനല്ലൂർ പുത്തൻവീട്ടിൽ ഷമീറാണ് പിടിയിലായത്. സംസ്ഥാന പാതയിൽ മലപ്പുറം ചങ്ങരംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരുക്ക്. ആലുവ സ്വദേശി ജിതിൻ, പണിതടം സ്വദേശി സുജയ് എന്നിവർക്കാണ് പരുക്കേറ്റത്. PV അൻവറിന്റെ UDF പ്രവേശനം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് നിലവിൽ പിന്തുണ നൽകിയത്. മുന്നണി പ്രവേശനം പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമെന്നും ചെന്നിത്തല. പാലക്കാട് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറിയെന്ന് കണ്ടെത്തൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം PTMYHS സ്കൂൾ നേടിയ ഓവറോൾ കപ്പ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകാൻ തീരുമാനം. പാർട്ടിയുടെ നയം മദ്യവർജനമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മദ്യപാന ശീലമുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് കഴിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായി മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ലെന്നും ബിനോയ് വിശ്വം. തൃശൂർ ചാലക്കുടിയിൽ ലോറി സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചാലക്കുടി പള്ളൂക്കര സ്വദേശി ജോർജ് മാതിരപ്പള്ളിയാണ് മരിച്ചത്. ബസ്സിൽ നിന്ന് തെറിച്ചു വീണ വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. ആലുവ എടയപ്പുറം സ്വദേശി നയനയ്ക്കാണ് പരുക്കേറ്റത്. ബസ് വളയ്ക്കുന്നതിനിടയിൽ പിൻവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു. വാളയാർ പീഡനക്കേസിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനുമെതിരെ പറഞ്ഞത് വ്യാജമായിരുന്നെന്ന മന്ത്രി MB രാജേഷ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തുവരും. CBI അന്വേഷണം ആരാണ് ആവശ്യപ്പെട്ടതെന്നും മന്ത്രിയുടെ ചോദ്യം. മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് അധികാരം നിലനിർത്താനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3-2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ച BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. ചില പ്രാദേശിക പാർട്ടികളെ വരുതിയിൽ നിർത്തിയാണ് കേന്ദ്രഭരണമെന്നും പിണറായി വിജയൻ.
കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. കുമ്പള കുണ്ടങ്കേരടുക്ക സ്വദേശി അഫ്സലാണ് പിടിയിലായത്. ഉപ്പള സോങ്കാൽ ജുമാ മസ്ജിദിന് സമീപം സംശയാസ്പദമായി കണ്ട യുവാവിനെ ചോദ്യം ചെയ്യപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. നോക്കാം ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരത്തിൽ ജീപ്പ് മറിഞ്ഞ് പരുക്കേറ്റവരിൽ നിന്ന് MDMA കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. കൈതപ്പൊയിൽ സ്വദേശികളായ ഫാരിസ്, ഇർഷാദ് എന്നിവർക്കെതിരെയാണ് കേസ്. MG യൂണിവേഴ്സിറ്റി 2024 നടത്തിയ പ്രൈവറ്റ് MCOM പരീക്ഷയിൽ തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജ് ആദ്യ 3 റാങ്ക് കരസ്ഥമാക്കി. ദേവികാലാൽ, അഞ്ജന രമേശ്, അഞ്ചൽ ടോമി എന്നിവർക്കാണ് റാങ്ക് ലഭിച്ചത്. മലപ്പുറം എടപ്പാളിൽ ക്ഷേത്ര മോഷണത്തിനെത്തിയ യുവാവ് ബൈക്ക് മറന്നുവെച്ചു. ഗുരുവായൂർ സ്വദേശി അരുണാണ് ബൈക്ക് മറന്നത്. വയനാട്ടിൽ യുവാക്കളുടെ അപകടയാത്ര. കാട്ടിക്കുളം കുട്ട അന്തർസംസ്ഥാന പാതയിലാണ് യുവാക്കൾ കാറിൽ അപകടകരമായി യാത്ര ചെയ്തത്. സംസ്ഥാന പാതയിൽ മലപ്പുറം ചങ്ങരംകുളത്ത് കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ആലുവ സ്വദേശികൾക്കാണ് പരുക്കേറ്റത്. കൊല്ലത്ത് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച അധ്യാപകൻ അറസ്റ്റിൽ. ചെറിയ വെളിനല്ലൂർ സ്വദേശി ഷമീറാണ് പിടിയിലായത്. പ്രധാന അറിയിപ്പുകൾ. ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് തുടങ്ങിയ മേഖലകളിൽ ചുവടുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ ആദ്യകാല വികസനത്തിന് പ്രധാന സംഭാവനകൾ നൽകിയ ടൂൺസ് ആനിമേഷൻ, USD ഗ്ലോബൽ എന്നിവയുടെ സ്ഥാപകനായ GA മേനോന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന സ്കോളർഷിപ്പ് വഴി ആനിമേഷന്റെ ലോകത്തേക്ക് കടന്നുവരാം. 1 വർഷം നീളുന്ന കോഴ്സിലേക്ക് 100% വരെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനാണ് അവസരം. കൊല്ലം കടക്കൽ ഗവൺമെന്റ് VHSSൽ LDC തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 14. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ഒഴിവ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം ശുദ്ധജല പദ്ധതിയുടെ കൊട്ടാരത്തിൽ കടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 5 ദിവസത്തേക്ക് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. കോന്നി അരുവാപ്പുലം പ്രദേശങ്ങളിലാകും നിയന്ത്രണം. കലൂർ സ്റ്റേഡിയത്തിൽ ISL മത്സരം പ്രമാണിച്ച് ഈ മാസം 13 മെട്രോ സർവീസ് രാത്രി 11 വരെ ഉണ്ടാകും. രാത്രി 9:30 ശേഷം 11 വരെ ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും കലൂർ സ്റ്റേഷനിൽ നിന്ന് 10 സർവീസുകൾ വീതം നടത്തും. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. ത്രിപുരയിലെ സോനാമുറയിൽ 16 ഹെക്ടറിലധികം കഞ്ചാവ് തോട്ടം അസം റൈഫിൾസ് നശിപ്പിച്ചു. ഏകദേശം 70 ലക്ഷം രൂപ വിലമതിക്കുന്ന 16,500 കഞ്ചാവ് ചെടികളാണ് ഓപ്പറേഷൻ വഴി നശിപ്പിച്ചത്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിസ്ഥിതി സമിതി ഡെറാഡൂണിൽ യോഗം ചേർന്നു. വിമാനത്താവളത്തിന്റെ പ്രവർത്തന മേഖലയിൽ പക്ഷികളുടെ ആക്രമണവും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് 10 അവശ്യ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ യോഗത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകി. മഹാകുംഭമേളയോടനുബന്ധിച്ച് പശ്ചിമ റെയിൽവേ 98 പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ഭക്തജന തിരക്ക് കണക്കിലെടുത്താണ് തീരുമാനം. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ദൃശ്യപരിധി കുറഞ്ഞതിനെ തുടർന്ന് ലക്നൌ ഹൈവേയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. വ്യോമ ട്രെയിൻ ഗതാഗതത്തെ മൂടൽമഞ്ഞ് ബാധിച്ചു. ഡൽഹിയിൽ വായുമലിനീകരണം ഗുരുതര വിഭാഗത്തിൽ തുടരുന്നു. ഡൽഹിയിലെ സ്കൂളുകളിൽ ബോംബ് ഭീഷണി. സന്ദേശം അയച്ചത് 12ാം ക്ലാസ്സുകാരനെന്ന് പോലീസ്. കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥി കുറ്റം സമ്മതിച്ചു. മുൻപും സമാനമായ സന്ദേശങ്ങൾ അയച്ചതായി വിദ്യാർത്ഥിയുടെ മൊഴി. ഹിന്ദി ദേശീയ ഭാഷയല്ല, ഔദ്യോഗിക ഭാഷ മാത്രമാണെന്ന് ക്രിക്കറ്റ് താരം R. അശ്വിൻ. ചെന്നൈയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ പരിപാടിക്കിടയിലായിരുന്നു അശ്വിന്റെ പരാമർശം. രാജ്യാന്തര വാർത്തകൾ. ഉക്രൈന് $500 മില്യൺ അധിക സൈനിക സഹായമായി അനുവദിച്ച ബൈഡൻ ഭരണകൂടം. പാക്കേജിൽ വിവിധ വ്യോമ പ്രതിരോധ മിസൈലുകൾ, എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങൾ, F-16 സപ്പോർട്ട് ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. ഇസ്രയേലിലെ യുദ്ധത്തെ തുടർന്ന് 1 വർഷത്തിലേറെയായി അടച്ചിട്ടിരുന്ന റോഷ്പിന എയർപോർട്ട് തുറന്നു. ലെബനന്റെ അതിർത്തിക്കടുത്തുള്ള ഗലീലിയുടെ വിരൽ എന്ന സ്ഥലത്താണ് റോഷ്പിന സ്ഥിതി ചെയ്യുന്നത്. 6 പുതിയ അംബാസഡർമാരെ നിയമിച്ച് ഇസ്രയേൽ. ഇസ്രയേലിന്റെ നയതന്ത്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് നിയമനങ്ങൾ. യൂറോപ്യൻ യൂണിയൻ നിയമനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന്
മെറ്റ മേധാവി മാർക്ക് സക്കർബർഗിന്റെ ആരോപണത്തിന് മറുപടിയുമായി യൂറോപ്യൻ കമ്മീഷൻ. നിയമപരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിക്കാറില്ലെന്നും പ്ലാറ്റ്ഫോമുകളോട് നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ മാത്രമാണ് ആവശ്യപ്പെടുന്നതെന്നും കമ്മീഷൻ. കാലിഫോർണിയയിൽ കാട്ടുതീ വ്യാപനം. മരിച്ചവരുടെ എണ്ണം 5ആയി. 25,000 ഏക്കർ കത്തി നശിച്ചതായും റിപ്പോർട്ട്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജിവെച്ച കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് നേരിൽ സംഭാഷണത്തിന് തയ്യാറായില്ല. മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ സംസ്കാര ചടങ്ങിൽ ട്രംപും ബരാക് ഒബാമയും സൗഹൃദം പങ്കിട്ടു. ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ച് ജർമ്മനിയും ഫ്രാൻസും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുമായിരുന്നുവെന്ന് ജോ ബൈഡൻ. എന്നാൽ വീണ്ടും പ്രസിഡന്റായാലും അപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഉറപ്പു പറയാനാകില്ലെന്നും ബൈഡൻ. USA ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബൈഡന്റെ പ്രതികരണം. ജനസംഖ്യ കുറയുന്ന സാഹചര്യത്തിൽ ജനന നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് റഷ്യ. ആരോഗ്യമുള്ള കുട്ടികളെ പ്രസവിക്കുന്ന 25 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിനികൾക്ക് 81,000 രൂപ സമ്മാനമായി നൽകാനാണ് പദ്ധതി. പ്രദേശത്തെ സർവകലാശാലയിലെയോ കോളേജുകളിലെയോ വിദ്യാർത്ഥിനികൾക്കാണ് സമ്മാനം ലഭിക്കുക. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. തായ്വാന് ചുറ്റും 11 ചൈനീസ് വിമാനങ്ങളും 9 നാവിക കപ്പലുകളും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തി. ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കാനൊരുങ്ങി പ്രമുഖ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി വെസ്റ്റേൺ സിഡ്നി. ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനാണ് ഇക്കാര്യം എക്സിലൂടെ വ്യക്തമാക്കിയത്. ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധന. പവന് 200 രൂപ കൂടി 58,280 രൂപയും ഗ്രാമിന് 7,285 രൂപയുമാണ് വിപണി വില. പലവ്യഞ്ജന സാധനങ്ങൾ പോലെ ഇനി ഭക്ഷണവും മിന്നൽ വേഗത്തിൽ വീട്ടിലെത്തും. അതിവേഗ ഭക്ഷണ ഡെലിവറി ആപ്പ് അവതരിപ്പിച്ച് സ്വിഗ്ഗി സ്നാക്ക് എന്ന ആപ്പ് വഴി ഭക്ഷണം 15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ബംഗളൂരുവിലാണ് ആദ്യ പരീക്ഷണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT സേവന സ്ഥാപനമായ TCS മൂന്നാം പാദത്തിൽ മൊത്തം ജീവനക്കാരിൽ 5,000-ലധികം ഇടിവ് രേഖപ്പെടുത്തി. ഈ വർഷം 40,000 ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ ചേർക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. ബ്യൂട്ടിയുടെ ആഗോള ജനപ്രീതി കാരണം ദക്ഷിണ കൊറിയയുടെ സൗന്ദര്യവർദ്ധക കയറ്റുമതി 2024 $10 ബില്യൺ ചൈന, US, ജപ്പാൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ കൂടുതൽ വിപുലീകരണം വർദ്ധിപ്പിക്കാനാണ് ദക്ഷിണ കൊറിയ ലക്ഷ്യമിടുന്നത്. ജെറ്റ് ബ്ലൂ എയർവേസിന്റെ കിഴക്കൻ തീരദേശ റൂട്ടുകളിലെ സ്ഥിരമായ കാലതാമസത്തിന് US ഗതാഗത വകുപ്പ് $2 മില്യൺ പിഴ ചുമത്തി. പിഴയുടെ പകുതി ദുരിതബാധിതരായ യാത്രക്കാർക്ക് നഷ്ടപരിഹാരമായി നൽകും. കായിക വാർത്തകൾ. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് FC പോരാട്ടം. മത്സരം രാത്രി 7:30 ഗുവാഹത്തി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ. ജയിച്ചാൽ നോർത്ത് ഈസ്റ്റിന് 4ാം സ്ഥാനത്തേക്ക് മുന്നേറും. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ FC ആണ് എതിരാളികൾ. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾക്കെതിരായ ആദ്യ ഏകദിനത്തിൽ അയർലൻഡിന് മോശം തുടക്കം. 56 റൺസ് എടുക്കുന്നതിനിടെ 4 വിക്കറ്റ് നഷ്ടം. പ്രിയ മിശ്രയ്ക്ക് 2 വിക്കറ്റ്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ നിന്ന് ഇന്ത്യൻ താരം KL രാഹുലിന് വിശ്രമം നൽകിയേക്കും. 5 T20കളും 3 ഏകദിനങ്ങളുമായാണ് പരമ്പരയിലുള്ളത്. അതേസമയം ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉണ്ടാകുമെന്ന് രാഹുലിന് സെലക്ടർമാരുടെ ഉറപ്പ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ നിന്ന് ദക്ഷിണാഫ്രിക്കൻ ടീം പിന്മാറണമെന്ന് കായികമന്ത്രി ഗൈറ്റോൺ മക്കൻസി. താലിബാൻ നടപടികളിൽ പ്രതിഷേധിക്കണമെന്നാണ് ആവശ്യം. ഇംഗ്ലണ്ട് ടീം പിന്മാറണമെന്ന് ബ്രിട്ടീഷ് MPമാരും ആവശ്യപ്പെട്ടിരുന്നു. അനിശ്ചിതത്വങ്ങൾക്ക് അവസാനം ഡാനി ഓൾമോയെയും പൗ വിക്ടറിനെയും രജിസ്റ്റർ ചെയ്ത സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണ. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. സൗബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, ദിലീഷ് പോത്തൻ, നമിത പ്രമോദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത ചിത്രം മച്ചാന്റെ മാലാഖ ഫെബ്രുവരി 27 തിയേറ്ററുകളിലെത്തും. അബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. രജനീകാന്ത് നായകനായി എത്തുന്ന കൂലി എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ചിത്രം റിലീസ് ചെയ്യുക ഓഗസ്റ്റ് 14. ചിത്രത്തിന്റെ സംവിധായകൻ ലോകേഷ് കനകരാജ്. കാത്തിരിപ്പിന് വിരാമമാകുന്നു. സൂക്ഷ്മദർശിനി OTTയിലേക്ക് എത്തുന്നു. റിലീസ് തീയതി പ്രഖ്യാപിച്ച അണിയറ പ്രവർത്തകർ. ചിത്രം നാളെ മുതൽ OTTയിൽ കാണാം. നവാഗതനായ സിറാജ് റസ സംവിധാനം ചെയ്യുന്ന ഇഴ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നടൻ ആസിഫ് അലിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തിറക്കിയത്.
മറ്റോക് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഹരിനാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നു. ഈ മാസം അവസാനം ചിത്രീകരണം തുടങ്ങുന്ന സിനിമയ്ക്ക് ക്ലാക് ക്ലാക് ക്ലിക് ക്ലിക് നസ്രിയെ തിരിഞ്ഞു നോക്കിയെന്നാണ് പേരിട്ടിരിക്കുന്നത്. നോക്കാം ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. വടക്കൻ ടെക്സസിലും ഒക്ലഹോമയിലും കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് സ്കൂളുകൾ അടച്ചു. 100 കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി. പാകിസ്ഥാന്റെ പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. പാസ്പോർട്ട് സൂചികയിൽ 103-ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ പോളിയോ ബാധിതർ കൂടുന്നു. കഴിഞ്ഞ വർഷം കറാച്ചിയിൽ പോളിയോ ബാധിതരുടെ എണ്ണം 70-ആയി ഉയർന്നു. ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിലെ മുങ്ങേലി ഇരുമ്പ് ഫാക്ടറിയിൽ സൈലോ സ്ട്രക്ചർ തകർന്ന അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 100 ന്യൂസ് പൂർണ്ണമാകുന്നു.